തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ ശീർകാഴി എന്ന സ്ഥലത്തു നിന്നും 6 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അരുൾമിகு തയ്യൽ നായകി സമേത വൈദ്യനാഥസ്വാമി തിരുക്കോവിൽ, വൈത്തീശ്വരൻ കോവിൽ. ആദിമകാലത്ത് പുള്ളിരുക്കുവേലൂർ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. സ്വയംഭൂമൂർത്തിയായ വൈദ്യനാഥസ്വാമിയുടെ മരതകലിംഗം പ്രതിഷ്ഠയുള്ള ഈ സ്ഥലം യോഗപുരി, വേദപുരി, സ്കന്ദപുരി എന്നെല്ലാം അറിയപ്പെട്ടിരുന്നു. പുള്ള് എന്നാൽ ജടായു പക്ഷി, ഋക്ക് എന്നാൽ വേദങ്ങൾ, വേൽ എന്നാൽ മുരുകൻ, ഉർ എന്നാൽ സൂര്യൻ. ഇവരെല്ലാം തപസ്സു ചെയ്ത സ്ഥലമാണിത്. പടിഞ്ഞാട്ട് ദർശനമായ വൈദ്യനാഥന് സമീപത്തായി ശ്രീപാർവതി തയ്യൽ നായകി എന്ന നാമത്തോടെ കയ്യിൽ അമൃത്, മൃതസഞ്ജീവനി, വില്ലുമരത്തിനടിയിൽ നിന്നും ശേഖരിച്ച മണ്ണ്, തൈലപാത്രം എന്നിവ കയ്യിലേന്തി പ്രത്യേക ശ്രീകോവിലിൽ കുടികൊള്ളുന്നു. സുബ്രഹ്മണ്യസ്വാമി ഇവിടെ സെൽവമുത്തുകുമാരനായി മറ്റൊരു സന്നിധിയിലുണ്ട്. തമിഴ്നാട്ടിലെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ സ്ഥലമാണ് ഇത്. ഐതിഹ്യമനുസരിച്ച് ബ്രഹ്മാവിൻ്റെ ശാപമേറ്റ ചൊവ്വാഗ്രഹം കുഷ്ഠരോഗബാധിതനാവുകയും വൈത്തീശ്വരൻ കോവിലിലെത്തി സിദ്ധാമൃത തീർത്ഥക്കുളത്തിൽ കുളിച്ച് ശിവഭജനം ചെയ്ത് തന്നെ ശാപവിമുക്തനാക്കണമെന്ന് അപേക്ഷിച്ചത്രേ. രോഗമുക്തി ലഭിച്ച ചൊവ്വാഗ്രഹത്തോട് മനുഷ്യരുടെ ദോഷങ്ങൾ തീർത്ത് മംഗളമാക്കാൻ ഇവിടെ തന്നെ താമസിക്കുക എന്ന് ഭഗവാൻ ആവശ്യപ്പെട്ടു. ചൊവ്വയ്ക്ക് ഇവിടെ പ്രത്യേക പ്രതിഷ്ഠയുണ്ട്. ജ്യോതിഷത്തിൽ അങ്കാരകൻ എന്നറിയപ്പെടുന്ന ചൊവ്വ രോഗകാരകനാണ്. ഭൂമി, വിവാഹം എന്നിവയെല്ലാം ചൊവ്വയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 7 വർഷമാണ് ചൊവ്വാദശാകാലം. ഈ ക്ഷേത്രത്തിൽ പാൽ, തൈര്, ഭസ്മം എന്നിവയാൽ അഭിഷേകം ചെയ്ത് തുവരസാദം ചൊവ്വയ്ക്ക് സമർപ്പിച്ച് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത് ചൊവ്വാദോഷശാന്തി ഉണ്ടാക്കും. മംഗല്യ തടസ്സം തീരുവാൻ ഇവിടെ പ്രത്യേക പൂജകളുണ്ട്. ചുവന്ന പട്ട് സമർപ്പിക്കുന്നതും ഉത്തമമത്രേ. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ധന്വന്തരിക്ക് ഇവിടെ സന്നിധിയുണ്ട്. പ്രളയകാലത്ത് ജ്വരബാധ ഉണ്ടായപ്പോൾ ശിവഭഗവാൻ ജ്വരഹരമൂർത്തിയായി. ഇവിടുത്തെ ജ്വരഹരേശ്വരൻ്റെ പ്രതിഷ്ഠയിൽ പാലഭിഷേകം നടത്തുന്നത് രോഗഹരം എന്ന് പറയപ്പെടുന്നു. പ്രദക്ഷിണ വഴിയിൽ ഗജലക്ഷ്മി, ചട്ടൈനാഥർ, ദക്ഷിണാമൂർത്തി, ദുർഗ എന്നീ പ്രതിഷ്ഠകളുണ്ട്. ഗോപുരത്തിന് പുറത്ത് സ്ഥലവൃക്ഷമായ വേപ്പുമരത്തിനടിയിൽ ആദിവൈത്തീശ്വരൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഭൈരവമൂർത്തി, കാളീദേവി, കർപ്പക വിനായകർ എന്നീ പ്രതിഷ്ഠകളും കാണാം. ശ്രീരാമാവതാരകാലത്ത് ജടായുവും രാവണനുമായുള്ള പോരാട്ടത്തിൽ മുറിവേറ്റ് മൃത്യുപോകിയ ജടായുവിനെ സംസ്കരിച്ച ജടായു കുണ്ടത്തിനടുത്ത് രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും വസിഷ്ഠ മഹർഷിയുമുണ്ട്. ജടായു കുണ്ടത്തിലെ ഭസ്മം മുജ്ജന്മ പാപങ്ങളെ ഇല്ലാതാക്കുമത്രേ. രോഗപീഠകൾ മാറുവാൻ ദേവിയുടെ മുന്നിലുള്ള സിദ്ധാമൃത തീർത്ഥക്കുളത്തിൽ ഉപ്പ്, ശർക്കര, കുരുമുളക് എന്നിവ സമർപ്പിക്കുന്ന ചടങ്ങുമുണ്ട്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും രോഗശാന്തിയുടെ മൂർത്തിയായ വൈദ്യനാഥസ്വാമിയുടെയും ബാലാംബികയായ തയ്യൽ നായകിയുടെയും അനുഗ്രഹത്താൽ പൂർണ്ണമായി മാറും എന്ന് അനുഭവസ്ഥർ പറയുന്നു. 63 നായനാന്മാരിൽ പ്രശസ്തരായ തിരുജ്ഞാന സമ്പന്നർ തേവാരം പാടലുകളിൽ ഈ ക്ഷേത്രത്തെയും ഭഗവാനെയും സ്തുതിക്കുന്നുണ്ട്. ഇവിടുത്തെ സെൽവമുത്തുകുമാരസ്വാമിയെ തിരുപ്പുകഴിൽ അരുണഗിരിനാഥർ വാഴ്ത്തുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ 1 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെയുമാണ് ദർശന സമയം. വൈത്തീശ്വരൻ കോവിലുമായി അഭേദ്യമായ വിധം ബന്ധപ്പെട്ട് കിടക്കുന്നു നാഡീജ്യോതിഷം. വൈത്തീശ്വരൻ കോവിലിന് ചുറ്റും നിരവധി ഇത്തരം ജ്യോതിഷാലയങ്ങളുണ്ട്. അഗസ്ത്യനാഡി, ശിവനാഡി, ഭൃഗുനാഡി, വസിഷ്ഠനാഡി എന്നീ താളിയോലകളിൽ തിരഞ്ഞ് തങ്ങളുടെ ഭൂതഭാവി വർത്തമാനകാര്യങ്ങൾ അറിയുവാൻ നിരവധി പേർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നു.